Hi, Namaste, welcome back to my channel Vintage. ഫോറക്സ് മാർക്കിൽ സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സിലൂടെ ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. ഇപ്പം എല്ലാ സിക്കിലും പിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാവുന്ന മെത്തേഡാണ് സ്കാൽപ്പിങ്ങിൽ വരുന്നത്. അത് ഏതൊക്കെ സിക്കിൽ പിക്ക് ചെയ്യാം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ പെട്ടെന്നൊരു അതായത് ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ പെട്ടെന്ന് ട്രേഡ് എടുക്കാവുന്ന മെത്തേഡാണ് സ്കാൽപ്പിംഗ്. അപ്പോൾ സ്കാൽപ്പിംഗ് 5 മിനിറ്റ്സിൽ ഇപ്പം ലാസ്റ്റ് വന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈക്കാണ്. നമ്മൾ മോർണിംഗിൽ ഒരു ട്രേഡ് എടുത്തില്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് മുമ്പ് വന്ന ട്രേഡ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ലാസ്റ്റ് സിഗ്നൽ 12:40 ശേഷം വന്നതാണ്. അവിടുന്ന് ഒരു ബൈ ട്രേഡ് കയറി പിന്നെ മാർക്കറ്റ് കുറച്ചിറങ്ങിയിട്ട് ഒരു 2 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് ഒരു നല്ല ഹൈക്ക് പിടിച്ചത്. നല്ല ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു ട്രേഡ്, നല്ല ഹ്യൂജ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അത് അപ്രോക്സിമേറ്റ് ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്ന 3371 നമ്മൾ പിക്ക് ചെയ്താണ്. അവിടുന്ന് ഇപ്പം 93 കിടക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് നേരം ചാർട്ട് ഇരിക്കേണ്ടി വന്നില്ല. നമുക്കൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്തു. അപ്പോൾ അത് സ്ട്രോങ് റിട്ടേൺസ് ആണെന്ന് മനസ്സിലാക്കാൻ സ്റ്റോക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കാൻ എളുപ്പമാണ് ട്രേഡ് എങ്ങനെയാണ്. ഇതിനകത്തൊരു ട്രേഡ്, ഒരു ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ലൈവ് സെക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് സ്കാൽപ്പിങ്ങിൽ ടോട്ടൽ 3 സിക്കിൾ വന്നിട്ടുണ്ട്. മോർണിംഗിൽ ഒരു ബൈ ട്രേഡ്, അതൊരുപാട് കയറിയിട്ടില്ല. അത് കഴിഞ്ഞ് വന്ന ഡൗൺ ട്രേഡിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് 12:40 ശേഷം വന്ന ബൈസിക്കിളിൽ നിന്നാണ് നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറി 68 പോയ ട്രേഡാണ്. അത് അപ്രോക്സിമേറ്റ് നമുക്ക് 68 74 വരെ പോയതിനു ശേഷം പിന്നെ മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് പിന്നെ 71 വരെ തന്നിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു അട്രെൻഡ്. പക്ഷേ സിഗ്നൽ വന്ന 71 68 ഒരു കയറ്റം ഉണ്ടായിരുന്നു. അവിടുന്ന് കയറി ഒരു 71 ഇവിടെ കഴിഞ്ഞ ശേഷമാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. അവിടുന്ന് 74 വരെ കയറിയിട്ട് പിന്നെ റിട്രേസ്മെൻറ്റ് 71 വന്നിട്ടാകുന്നത്. അപ്പോൾ ഇവിടെയാണ് പ്രോപ്പർ ട്രേഡ് വന്നിരിക്കുന്നത്. അവിടുന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 71 ഒറ്റ ഹൈക്കായിരുന്നു മാർക്കറ്റ്. അത് നല്ലൊരു ട്രേഡ്. ഇപ്പോഴും അത് കണ്ടിന്യൂഷനാണ്. ഇപ്പോഴും എക്സിറ്റ് ലെവലോടെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ധൈര്യമായിട്ട് അത് ഹോൾഡ് ചെയ്യാം പോർഷൻസ്. ഓക്കെ, സിമ്പിളാണ് നമ്മുടെ സോഫ്റ്റിലൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു സിഗ്നൽസ് നമുക്ക് പുതുതായിട്ട് തന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും. ഏത് സമയം എത്ര എൻട്രി പോയിന്റ് ടാർഗറ്റുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കൺഫർമേഷൻ, ഇതിൽ ലെവൽ കൺഫേം ആണെങ്കിൽ, അതായത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ ഒരേ ലെവലിൽ വരികയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഹൈക്ക് കയറി രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെയാണ് ട്രേഡ് വന്ന് അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് 74 വരെ കയറിയിട്ട് റിട്രേസ്മെൻറ്റ് അടിച്ച് ഇവിടെ ഒരു റിട്രേസ്മെൻറ്റ്, അതായത് ഒരു ചെറുതായിട്ടൊന്ന് ഇറങ്ങി എന്നാൽ നോക്കുകയാണെങ്കിൽ സെല്ലും ഇല്ല അവിടെ. ഓക്കെ, അവിടെ തിരിഞ്ഞ് കയറുന്നുണ്ട്. തിരിഞ്ഞ് കയറാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഗ്രീൻ തന്നെ തരുന്നത്. അല്ലെങ്കിൽ അവിടെ സെല്ല് തന്നേനെ. അപ്പോൾ തരാസേക്ക് തിരിച്ച് പിന്നെ കയറി പിന്നെ ഇവിടെ നിന്ന് ട്രേഡ് പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു എക്സിറ്റ് ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആവുന്നുണ്ട്. 1 മിനിറ്റിൽ സൈഡ് വേസിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ വേണേ പോർഷൻ അവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ വേണമെന്നില്ല, നമ്മൾ തിരിച്ച് ആ ട്രെൻഡിലേക്ക് ഇറങ്ങുന്നവരെ നമുക്ക് വേണേ ഹോൾഡ് ചെയ്യാം അത്. ഓക്കെ, അത് നമുക്കിവിടെ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് കാണിച്ചിരുന്നു. നമുക്ക് പ്യുവർ ബിയറിഷിലേക്ക് മാറുമ്പോൾ ഇവിടെ 1 മിനിറ്റിൽ ആദ്യം എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ അതിന് മുമ്പ് വന്ന സെൽ ട്രേഡും അത് തന്നെയാണ്. മാർക്കറ്റ് നമുക്ക് സെല്ല് വന്ന് കൺഫർമേഷൻ വന്ന് അപ്രോക്സിമേറ്റ് നമ്മൾ ട്രേഡ് എടുത്ത് 75 നിന്നാണ്. അവിടുന്ന് ഓൾമോസ്റ്റ് മാർക്കറ്റ് 69 68 വരെ ഇറങ്ങിയിട്ട് പിന്നെ റിട്രേസ്മെൻറ്റ് അടിച്ച് പിന്നെ തിരിച്ച് പിന്നെ രണ്ടാമത് ഇറങ്ങുമായിരുന്നു. ആ ഒരു ഇറക്കം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി അപ്രോക്സിമേറ്റ് 61 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് നേരം സൈഡ് വേസ് കളിച്ചതിന് ശേഷമാണ് പിന്നെ ബൈ വന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് മാർക്കറ്റും നമ്മുടെ സോഫ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതാണ്. സോ എങ്ങനെ സോഫ്റ്റ്വെയറിലൂടെ വർക്കൗട്ട്, അതായത് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളതിൻ്റെ ഫുൾ ലൈഫ് സെക്ഷനായിട്ട് 1 ഡേ ട്രയലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.